മലബാറിലെ മുസ്ലിം ചെറുപ്പക്കാരിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേൾക്കണം. മക്കളെ, ഹറാമിൽ തുടങ്ങുന്ന ഏതൊരു കാര്യത്തിൻ്റെയും പര്യവസാനം ദുഃഖത്തിലും നിന്ദ്യതയിലുമാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത്. നമ്മൾ അവിടുത്തെ ജീവിതം തുടങ്ങുകയാണ്. ആ ദിവസം തന്നെ പടച്ചവന് പൊരുത്തപ്പെടാത്ത ഇമ്മാതിരി കോമാളിത്തരം ഹറാമെന്നുള്ളത് ചെയ്തു കൂട്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം സുന്ദര സുരഭിലമായ മുഹൂർത്തമാകുമെന്ന് ഒരാളും വിചാരിക്കണ്ട. പടച്ചവന് പൊരുത്തപ്പെടാത്ത രൂപത്തിലാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അതിന്റെ പര്യവസാനം നിന്ദ്യതയിലും സങ്കീർണതയിലേ പോകുള്ളൂ. പടച്ചവൻ നമ്മളെ കാക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, നമുക്ക് ധാർമ്മിക വിദ്യാഭ്യാസം പഠിക്കാൻ മദ്രസ കലാലയങ്ങളുണ്ട്, വെള്ളിയാഴ്ച ജുമാ പ്രഭാഷണങ്ങളുണ്ട്, കൂടാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരകൾ, ഏതെല്ലാം സംവിധാനങ്ങളിലൂടെ നമ്മൾ ആത്മീയമായ ധാർമ്മികമായ വിദ്യാഭ്യാസം പഠിക്കുന്നു. നമ്മൾ അത്ര തന്നെ പഠിക്കാത്ത ആളുകൾ, അത്ര തന്നെ ഇത് ലഭിക്കാത്ത സമൂഹങ്ങളാണ് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും. അവരുടെ ആരുടെയെങ്കിലും വേദിയിൽ ഈ ചെറുപ്പകാലങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് അരുൺ ജോസ് പെരേരയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തന്റെ കുസൃതികളും വികൃതികളും, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നില്ല, അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വികൃതിയും കുസൃതിയൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ആളുകളുടെ തെറിയും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുന്നോളം ഏറ്റുവാങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തുഷ്ടനായി ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിസ്സഹായതയെ നമ്മൾ ആഘോഷിക്കരുത്. അത് വേറെ ആരെങ്കിലും ആഘോഷിച്ചോട്ടെ, നമ്മളതിൽ ആഘോഷിക്കരുത്. കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് അവൻ്റെതായ ഒരു ക്വാളിറ്റി അവൻ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ തട്ടമെടുത്ത് തലയിട്ട് നടക്കുന്നത്? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നിക്കാഹ് നടത്തുന്നത്? നമ്മൾ മുസ്ലിമീങ്ങളായോണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു മിശ്ര വിവാഹത്തിലൊക്കെ നടക്കുന്ന പോലെ രജിസ്ട്രേഷൻ ചെയ്ത് അങ്ങ് പോയാൽ പോലെ. നമ്മൾ പള്ളിയിലെ ഖത്തീബ്മാരെ വിളിച്ച് നമ്മൾ നിക്കാഹ് ചെയ്യുന്നു, ദുആ അർപ്പിക്കുന്നു, അവിടെ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ തലയിൽ തട്ടമിട്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇസ്ലാം ഫോളോ ചെയ്തതിന്റെ ഭാഗമല്ലേ? അങ്ങനെ അല്ലെങ്കിൽ അതും കൂടെ ഒഴിവാക്കണമായിരുന്നല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് കാര്യങ്ങൾ എടുക്കുക, കുറച്ച് കാര്യങ്ങൾ അങ്ങനല്ല. അത് പൂർണ്ണമായി ഇസ്ലാമിന്റെ രീതിശാസ്ത്രത്തെ പൂർണ്ണമായി അനുധാവനം ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മുസ്ലിമീങ്ങളാകുന്നത്. ഇമാതിരി കോമാളിത്തരം ഈ പറയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോ ഹൈന്ദവ സഹോദരങ്ങളോ ആരെങ്കിലും കാണിക്കുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ കാണിക്കുന്നത്? ഇതൊക്കെ പടച്ചവും പൊരുത്തപ്പെടുന്ന കാര്യമാണ്. എന്തൊരു തോന്നിവാസമാണിത്. അവനെ ഇങ്ങനെ കൊണ്ടുവന്ന് പരിഹസിച്ചും ആക്ഷേപിച്ചും സദസ്സിലുള്ളവര് വേദിയിലുള്ളവർ ഇതൊക്കെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദമാണ്. മനസ്സിലാകുന്നില്ല. നമ്മൾ തന്നെ സ്വയം ഒരു സൈക്കോ ആകരുത്. ഞാൻ സ്നേഹത്തോടെ പറയാണ്, നമ്മൾ തന്നെ സ്വയം ഒരു സൈക്കോ ആകരുത്. മറ്റുള്ളവന്റെ അവന്റെ നിസ്സഹായതയും അവന്റെ കുറവുകളിൽ നമ്മളിങ്ങനെ ആനന്ദം കണ്ടെത്തരുത്. അതും ഏറ്റവും പരിഭാവനമായ നല്ലൊരു സമയത്ത് ഒരു ജീവിതം തുടങ്ങുക. അന്നത്തെ ദിവസം തന്നെ ഈ തോന്നിവാസം വേറെ ഏതെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട മലബാറിലെ മുസ്ലിമുകളെ, ഞങ്ങളുടെ തെക്കൻ കേരളം പല പൊതുവെ പറയുന്ന കാര്യങ്ങൾ, തെക്കന്മാർക്കൊന്നും ദീനില്ല ഈമാനില്ലെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഇമാതിരി കൂത്തില്ല. ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ ആരുടെ ഇവിടെ നിൽക്കാനും ഒരു വേദിയിലും ഈ ചെറുപ്പക്കാരനെ കയറ്റി ഇമാതിരി കോമാളിത്തരം കാണിക്കുന്ന കണ്ടിട്ടില്ല. ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന മലബാറിലാണ് ഇതൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം. ഏത് മലബാർ മഹത്തുക്കളായ മുഴുവൻ മനുഷ്യന്മാരുടെയും പാദസ്പർശം കൊണ്ട് ഹർഷപുളകിതമായ മണൽത്തിരി എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് ആരിഫീങ്ങളെ കൊണ്ട് സമ്പന്നമായ മണ്ണ് ഇത്രയും മരീമസപ്പെടുമ്പോൾ ആർക്കും ഒരു വേദനയിലൊന്നും ആലോചിക്കുകയാണ്. ഇതിപ്പോ എല്ലായിടത്തും മലബാറിലെ മുസ്ലിമുകളുടെ കല്യാണത്തിന് ഇപ്പോൾ ഒരു ട്രെൻഡായിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അവനെ പരിഹസിച്ച് അവനെ ട്രോളി അവനെ കളിയാക്കി അപ്പം വേദിയിൽ സാഹസിലുള്ളവരൊക്കെ ഇങ്ങനെ ആനന്ദം കണ്ടെത്തുക. എന്ത് തരം ദീനാണോ നമ്മളൊക്കെ ഈ ഫോളോ ചെയ്യുന്നത്? അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കാൻ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റു സമൂഹങ്ങൾ എത്ര ഉത്കൃഷ്ടരാണ്. നമ്മളെ കണ്ടിട്ടല്ലേ അവർ ഈ തോന്നിയാസം മൊത്തം പഠിക്കുന്നത്. ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് എൻ്റെ അയൽവാസിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിടുമ്പോൾ അന്ന് സ്ത്രീധനം കൊടുത്തിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50,000 രൂപയും 5 പവന്റെ സ്വർണമാണ്. അന്ന് ആ കാലത്ത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിം പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ 20 പവനും 2.5 ലക്ഷം രൂപയും. എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഈ സംഗതി.
പക്ഷെ ഇന്ന് മുസ്ലിം സമൂഹത്തിനോടൊപ്പം സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ അവരും എത്തി. കാരണം എന്തുകൊണ്ടാ? ഈ ഒരു ചീത്തയായ പ്രവണത നമ്മളിൽ നിന്ന് അവർ പഠിച്ചതാണ്. ഈ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവര് അവരുടെ ഭക്ഷണക്രമത്തിലാണെങ്കിലും ജീവിത രീതിയിലാണെങ്കിലും അവരെവിടുന്നാണ് ആഡംബരങ്ങളും അഹങ്കാരവും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളാകുന്ന മുസ്ലിം പേരുകൾ ചുമക്കുന്ന നമ്മളിൽ നിന്നാണ് സകല തരത്തിലുള്ള തിന്മകളും മറ്റു സമൂഹങ്ങൾ പഠിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ, അവിവേകമാണെങ്കിൽ നിങ്ങൾ തിരുത്തരൂ. കേരളത്തിൽ ഇതിനകം നടന്ന വിവാഹങ്ങളിൽ പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയെ JCB കയറ്റിക്കൊണ്ടുപോയ, അതുപോലെ തന്നെ മയ്യത്ത് കെട്ടിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കയറ്റിക്കൊണ്ടുപോയ, ആനപ്പുറത്ത് ഏറ്റിപ്പോയ, എന്തെല്ലാം തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാൽ മുസ്ലിം പേര് പേറുന്നവരല്ലാത്ത മറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളും കാണിച്ചു തരാൻ പറ്റത്തില്ല. വളരെ റയറായിരിക്കും. എന്നാൽ ഈ സമീപകാലത്ത് നമ്മൾ എന്തെല്ലാം വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു, അതെല്ലാം മുസ്ലിം നാമധാരികളല്ലേ. നമ്മൾ നമ്മുടെ പോസിറ്റീവ് മാത്രം പറയാൻ പോലെ, നമ്മളിലുള്ള നെഗറ്റീവ് പറയുകയും അംഗീകരിക്കുകയും തിരുത്താൻ നമ്മൾ തയ്യാറാവുകയും വേണം. അതുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങളൊരു സന്തോഷകരമായ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പടച്ചവൻ വിചാരിച്ച് ഇത്തരം തോന്നിവാസങ്ങൾ ഒഴിവാക്കി വളരെ ലളിതവും സരളവുമായി വിവാഹം കഴിക്കുക. ആ വിവാഹങ്ങളിലൊന്നും പടച്ചവന് പൊരുത്തപ്പെടാത്ത ഒരു എലമെന്റും കയറി വരാതിരിക്കുക. എത്ര ചുരുക്കി ചെയ്യാമോ അത്രയും ചുരുക്കി ചെയ്യുക. അതായിരിക്കും പടച്ചവന്റെ തൃപ്തിയും ബർക്കത്തുള്ള ദാമ്പത്യവും. അല്ലാഹു തൗഫീഖ് തരട്ടെ.